ശ്രീ ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ എന്തും പറയാം. കാരണം ED ഓരോ കോർപ്പറേറ്റുകളുടെ വീട്ടിലേക്കും അതുപോലെ വ്യവസായ പ്രമുഖരുടെ വീട്ടിലേക്കും പറഞ്ഞുവിട്ട് 1-2 പേപ്പർ സീസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൃത്യമായി 2417 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചത് BJP-യാണ്. ആ BJP-യുടെ പ്രതിനിധിയാണ് വന്ന് ഈ ഗീർവാണം വിടുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? CPM പ്രതികരിച്ചില്ല, ഒന്നും ഇതൊരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൃത്യമായിട്ടുള്ള പ്രസ്താവന, അത് മാധുവിനും കിട്ടിയിട്ടുണ്ടാവും, മാതൃഭൂമിക്കും കിട്ടിയിട്ടുണ്ടാവും, എല്ലാവർക്കും. ഞാൻ ആദ്യത്തെ ഒരു വാചകം വായിക്കാം. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി അങ്ങേറ്റം പ്രതിഷേധാർഹമാണെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിലെ കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞതാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഈ കേരളത്തിൽ അല്ലല്ല, അത് ബി ഗോപാലകൃഷ്ണൻ അല്ല തീരുമാനിക്കണേ. പാർട്ടി ഈ കേരളത്തിൽ എന്ത് സംഭവം നടന്നാലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം പ്രതികരിക്കും. കൃത്യമായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുമ്പോൾ ഓരോ ഘടകം എടുത്ത് പ്രതികരിക്കാൻ ഇത് BJP അല്ല, CPM ആണ്. ഞങ്ങൾ പറഞ്ഞു കൃത്യമായി. അടുത്ത വാചോടെ കേൾക്ക്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകളെല്ലാം ഇത്തരത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. തൃശൂരിലെ സഹകരണ ബാങ്കുമായി CPM വരവ് ചെലവ് കണക്കുകൾ കൃത്യമായും ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഓരോ വർഷവും സമർപ്പിക്കാറുണ്ട്. ഇതിൽ കൂടുതൽ ആധികാരികമായിട്ട് എന്താണ് പറയുന്നത്? ഇവിടെ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. എന്താണ് കാരണം എന്നറിയോ? 30 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1993-94 സാമ്പത്തിക വർഷം അവരുടെ അക്കൗണ്ടിൽ വന്ന പണം കാണിച്ചില്ല. സീതാറാം കേസരി എന്ന് പറയുന്ന അവരുടെ പഴയകാല നേതാവ് അഖിലേന്ത്യാ ട്രഷറർ ആയിരിക്കുമ്പോഴുള്ള കണക്ക് ഒന്ന് ആലോചിക്കുക. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ 30 വർഷം മുമ്പുള്ള കണക്കെടുത്തിട്ടാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചത്. അതുപോലെ 33 ദിവസം വൈകി ആദായ നികുതിയുടെ കണക്ക് കൊടുത്തു എന്ന 2018-19 കണക്കെടുത്തു. അങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. 1800-800ഓളം കോടി തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് നോട്ടീസും കൊടുത്തു. ഇതെല്ലാം കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ ഞങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ CPM അടക്കം അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. അതുപോലെ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ, പ്രത്യേകിച്ച് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള CPM-ന്റെ പ്രതികരണം വന്നു. ഇപ്പൊ ED ഉപയോഗിച്ചുകൊണ്ട് തോമസ് ഐസക്കിന് സമൻസ് കൊടുക്കുന്നു. 9ാമത്തെ സമൻസ് കൊടുത്തു. ഹൈക്കോടതി മിനിങ്ങാന്ന് ചോദിച്ചല്ലോ, എന്താണ് കാരണം? എന്തിനാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത്? അത് പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷിൽ നിങ്ങളൊന്ന് പറയൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാ പറഞ്ഞത്. അത് ഞങ്ങൾ 9 തവണ സമൻസ് അയച്ചതിന് കാരണം എന്തെന്ന് പറയാൻ EDക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ലക്ഷ്യത്തോടാണ് ED പോകുന്നത്? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 350-400 സീറ്റ് കിട്ടുമെന്ന് ഗീർവാണം മുഴക്കിയവർ കൃത്യമായി ജനങ്ങളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ്. ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ ഉണ്ടായ പ്രതിപക്ഷ കൂട്ടായ്മയെ പോലെ, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ ഉണ്ടായ പ്രതിപക്ഷ കൂട്ടായ്മയെ പോലെ കോൺഗ്രസിനൊപ്പമുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചു. പക്ഷെ കരുവന്നൂരിലെ കാര്യങ്ങൾ, തൃശ്ശൂരിലെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ചില പ്രശ്നങ്ങൾ ഉന്നയിക്കാനുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു. അതുകൊണ്ട് അതുമായി താരതമ്യം ചെയ്യേണ്ടത് പോലുമില്ല എന്നുള്ളതാണ് ശ്രീ അനിലക്കര പറഞ്ഞത്. അല്ല, ഞങ്ങൾ പറയുമല്ലോ, വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു നിലപാടാണ് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കാര്യത്തിൽ, ഗവർണറുടെ കാര്യത്തിൽ. സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന കേന്ദ്രത്തിന്റെ ഏകാധിപത്യ നയം വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തെ സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ കോൺഗ്രസിനൊരു നിലപാട്, കേരളത്തിൽ വന്നാൽ വ്യത്യസ്ത നിലപാട്. അത് ഞങ്ങൾ മാസങ്ങളായി ഈ ചർച്ചകളിൽ പറയുന്ന കാര്യം വീണ്ടും ശരിവെക്കുകയല്ലേ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കരിവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ CPM ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട്. ഒരാൾ പോലും കുറ്റം ചെയ്തയാൾ ശിക്ഷിക്കപ്പെടാതിരിക്കരുതെന്നുള്ള ബോധ്യമുണ്ട്. കൃത്യമായി പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഭരണസമിതി പിരിച്ചുവിട്ടിട്ടുണ്ട്. ഭരണസമിതിയിൽപ്പെട്ടവർ വർഷങ്ങൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ CPM ജില്ലാ കമ്മിറ്റിയുടെ മറ്റൊരു അക്കൗണ്ട്, കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് ആദായ നികുതി ഒരു മുൻകൂർ നോട്ടീസ് തരണ്ടേ? ഈ രാജ്യത്ത് ഒരു നിയമം ഉണ്ടല്ലോ. ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർദ്ധരാത്രി വന്ന് 2 ചോദ്യങ്ങൾ ചോദിക്കുക, സെലക്ടീവ് ലീക്കേജിലൂടെ ആ വാർത്ത പത്രക്കാർക്ക് കൊടുക്കുക, അന്ന് തന്നെ ഉച്ചയ്ക്ക് വന്ന് ആ ബാങ്കിൽ ചില വിവരങ്ങൾ ശേഖരിക്കുക, ഇന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്ന് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക. ഇങ്ങനെയാണോ ആദായ നികുതി വകുപ്പ് ചെയ്യുന്നത്? മുൻകൂർ നോട്ടീസ് തന്ന ഈ പാർട്ടിയെ കേൾക്കണ്ടേ? ഒരു വ്യക്തിയുടെ അക്കൗണ്ട് അല്ലല്ലോ, പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് അല്ലേ? കൃത്യമായി ആദായ നികുതി കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന, ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കുന്ന, ഇതുവരെ ഒരു ആരോപണവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ലാത്ത അക്കൗണ്ട് അല്ലേ? ആ അക്കൗണ്ട് ഒരു നോട്ടീസ് കൊടുത്ത് ബന്ധപ്പെട്ടവരെ കേട്ട് വ്യക്തമായിട്ടുള്ള പരിശോധന നടത്തി ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട് തൃശ്ശൂരിൽ മാത്രമേ പ്രതിപക്ഷ പാർട്ടികൾ മത്സരിക്കുന്നുള്ളൂ. തൃശ്ശൂരിൽ അതിനുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇടപെടൽ അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതെ, തൃശ്ശൂര് അവരുടെ A ക്ലാസ് മണ്ഡലമാണ്.
സുരേഷ് ഗോപിയെ ജയിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ്. അതുകൊണ്ട് തൃശ്ശൂർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി സാധാരണക്കാരായ വോട്ടർമാരിൽ കരിവണ്ണൂരും CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് ഒരു തോന്നൽ ഉണ്ടാക്കിക്കാൻ വേണ്ടി കള്ള വാർത്തകൾ നിരന്തരം കൊടുക്കുക. അത് സ്വയംഭൂമായി ഇടപെടാൻ കഴിയില്ല. അതിന് അവിടെ ഒരു FIR വേണം. അതുണ്ടാക്കിയത് കേരള പോലീസാണ്. കരുവന്നൂർ അങ്ങനെ വളരെ വിശുദ്ധമായി നിൽക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടല്ല അവിടെ ഇടപെടാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിയുന്നത്, IT ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു നടപടിയെടുക്കാൻ കഴിയുന്നത് പ്രാഥമികമായ വീഴ്ച അവിടെ ഉള്ളത് കൊണ്ടല്ലേ എന്ന് അനിലക്കർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം വളരെ മണ്ടത്തരമാണ്. ഞാൻ പറഞ്ഞല്ലോ, EDക്ക് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി ഒരു കേസ് അന്വേഷിക്കാനേ പറ്റൂ. 27 കേസുകളാണ് കരിവണ്ണൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ED ഇടപെട്ടത്. ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ ED ഇടപെടുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഇപ്പോൾ ആദായ നികുതി വകുപ്പ് CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രീസ് ചെയ്തതും രണ്ടും രണ്ട് കാര്യമാണ്. രണ്ടും രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഒന്ന് ED ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ആദായ നികുതി വകുപ്പ് ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുമാണ്. ഇവിടെ ആദായ നികുതി വകുപ്പ് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിനെ ED നടത്തുന്ന കരിവണ്ണൂർ ബാങ്കുമായി ഒരിക്കലും ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഒരിക്കലും ബന്ധിപ്പിക്കാനുള്ള ഒരു തെളിവുമില്ല. ഇവിടെ സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി ED കൊടുക്കുന്ന വാർത്ത, ആദായ നികുതി വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി അവർ കൊടുക്കുന്ന വാർത്ത, ഈ രണ്ടു വാർത്തയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അങ്ങനെ തൃശ്ശൂർ വലിയ സംഭവമാണ്, അങ്ങനെയെങ്കിലും സുരേഷ് ഗോപി ഒന്ന് പൊക്കിയെടുക്കാൻ കഴിയുമോ, ആ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ ഇത് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആധികാരികമായി പറയുന്നു, CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ആ വർഷങ്ങൾക്ക് മുമ്പ് CPM ജില്ലാ കമ്മിറ്റി ഉള്ളപ്പോൾ ആരംഭിച്ച അക്കൗണ്ട് കൃത്യമായി ആദായ നികുതി കൊടുക്കുന്ന അക്കൗണ്ടാണ്. പാൻ കാർഡുമായി ലിങ്ക് ചെയ്തതാണ്. ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അക്കൗണ്ടാണ്. അതുകൊണ്ട് അധികം ദിവസം ഇത് ഫ്രീസ് ചെയ്യാൻ ഈ രാജ്യത്തെ നിയമം ആദായ നികുതി വകുപ്പിനെ അനുവദിക്കില്ല. ഞങ്ങളുടെ ഒരു പണം പോലും നഷ്ടപ്പെടും.